പൊതുവെ ഈ പറഞ്ഞ മജോറിറ്റി ആൾക്കാർക്കും വരുന്ന ഇഷ്യൂസ് കമ്മ്യൂണിക്കേഷനിലും കോൺഫിഡൻസിലുമാണ്. പൊതുവെ പുറമേ കാണുമ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആണ്, സോഷ്യൽ മീഡിയയിലേക്കാണെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഓഫീസിലേക്ക് വരുമ്പം, ഒരു ഫോർമൽ കാര്യത്തിലേക്ക് വരുമ്പം, പേഴ്സണലായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇരിക്കുമ്പം മറ്റേ എന്താ പറയുക, പൂച്ചക്കുട്ടിയായിട്ട് മാറുന്നൊരു സിനാരിയോ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും വളരെ ചലഞ്ചിങ് ആയിട്ട് നമ്മൾ കണ്ട ഒരു സിനാരിയോ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ റിയലൈസ് ഒരു കാര്യമാണ്. ഈ കമ്മ്യൂണിക്കേഷത്തിൽ പക്ഷെ നമ്മൾ റിയലൈസ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ വീക്കാണ് അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ വീക്കാണെന്ന് പറയുന്ന ആൾക്കാരിൽ മജോറിറ്റി ആൾക്കാർക്കും അതൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവർ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, ഞാൻ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ പറയുക ക്ലിയർ ആവുന്നുണ്ടോ, ഞാൻ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഉണ്ടോ എന്നാണ് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ അവസാനം എനിക്കൊരു സംശയം എന്ന് പറയുന്ന സംഗതിയോട് കൂടി ഇവർ പറയുന്നത്. മജോറിറ്റി ആൾക്കാരും കമ്മ്യൂണിക്കേഷനകത്ത് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ റീസൺ സെൽഫ് ഡൗട്ട് ആണ്.